വാർത്തയാണ്. അമ്മ കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട് അൻസിബ അയച്ച വിയോജനക്കുറിപ്പ് പുറത്ത്. ഒരു മതവിഭാഗത്തിന്റെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും. നാളെ മറ്റൊരു മതവിഭാഗം സമീപിച്ചാലും സ്വീകരിക്കേണ്ടി വരും. ജനുവരി 14-നാണ് ഇമെയിൽ അയച്ചത്. വിയോജനക്കുറിപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, നേരത്തെ ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ വിയോജനക്കുറിപ്പ് തന്നെ പുറത്തു വരികയാണ്. എന്താണ് അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങളൊക്കെ? ഫെബ്രുവരി 14-നാണ് അമ്മയുടെ കുടുംബസംഗമം നടന്നത്. അതിന് ഒരു മാസം മുമ്പ് ജനുവരി 14-നാണ് അൻസിബ ഈ വിയോജനക്കുറിപ്പ് അയക്കുന്നത്. ഈ വിയോജനക്കുറിപ്പിന്റെ പേരിലാണ് അമ്മയിലെ പല പ്രശ്നങ്ങളും ഉണ്ടായതായി ഉള്ള പരാതി വരുന്നത്. ടിനി ടോം അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്നുള്ള ആക്ഷേപവും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ഉയർത്തിയ പരാതികളും എല്ലാം ഈ വിയോജനക്കുറിപ്പിന്റെ പേരിലായിരുന്നു. ഈ വിയോജനക്കുറിപ്പിൽ പറയുന്നത് അമ്മ എന്നുള്ള ഒരു മതേതര സംഘടനയാണ്. ഒരു മതവിഭാഗത്തിന്റെയും സ്പോൺസർഷിപ്പ് വാങ്ങരുത്. അങ്ങനെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ മറ്റൊരു മതവിഭാഗം ഇതേ ആവശ്യമായി വരികയും അമ്മക്ക് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഒരു മതേതരമായ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന അമ്മയെപ്പോലുള്ള ഒരു സംഘടനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ തന്റെ വിയോജനക്കുറിപ്പ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഒരു കാരണവശാലും ഒരു മതത്തിന്റെയും ഭാഗമായി ഒരു മതത്തിന്റെയോ അതുപോലെ തന്നെ മറ്റു അത്തരത്തിൽ പ്രശ്നങ്ങൾ ഒരു സംഭവത്തിന്റെയും ഭാഗമായി അമ്മ മാറരുത്. അമ്മ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായി നിൽക്കണം എന്നെല്ലാമാണ് ഈ വിയോജനക്കുറിപ്പിൽ അൻസിബ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിയോജനക്കുറിപ്പ് പുറത്ത് വന്ന് ഒരു മാസത്തിന് ശേഷമാണ് അമ്മയുടെ കുടുംബ സംഘം നടന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ വെണ്ണല ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് 70 ലക്ഷം രൂപക്ക് അമ്മ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ജിൽസി. ശരി.